മുംബൈ എയർപോർട്ടിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്ന 2 രൂപ മുടക്കി ഞങ്ങൾ ലോഞ്ചിൽ കയറി. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഈ ചായ തന്നെയല്ലേ ഞാനിപ്പോ ഫുഡിനൊപ്പം ലോഞ്ചിൽ നിന്ന് കുടിച്ചത്? ഈ ചായ തന്നെയല്ലേ നാട്ടിൽ 20 രൂപയ്ക്ക് കിട്ടുന്നത്? എയർപോർട്ട് തന്നെയല്ലേ? ഞാൻ സ്പേസിലെത്തിയോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ ഷോപ്പിൽ തിരക്ക് കണ്ടപ്പോ മനസ്സിലായി ഇതൊക്കെ എനിക്ക് മാത്രമാണ് അബ്നോർമൽ എന്ന്. നാട്ടിലെ വിലയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസമില്ലാത്ത KFC-ലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കൂടെ ഒരു ഐസ്ക്രീം കൂടി ആയാലോ? ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ നമുക്ക്? അങ്ങനെ ഇവിടെയും ഫൈനൽ കോൾ കിട്ടിയപ്പോ ഐസ്ക്രീം കയ്യിലെടുത്തോണ്ടാണ് ഫ്ലൈറ്റിലേക്ക് ഓടിയത്. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കണ്ണിമായിട്ടാണ്ട് കണ്ടു മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും എന്താ ഫുഡ് എത്തി. പറഞ്ഞു തരും മുമ്പേ കൊച്ചി എയർപോർട്ട് എത്തി യൂബറും ബുക്ക് ചെയ്തത് ആ വീട്ടിലും എത്തി. ഇത്രയും പൊടിയോ? 3 മാസം ചുമ്മാ പുറത്തിരുന്ന് സ്കൂട്ടർ പൊടി പിടിക്കണ്ടെന്നുള്ളതുകൊണ്ട് അകത്ത് കയറ്റി വെച്ചിട്ടായിരുന്നു പോയത്. ബൈ ദ വൈ സ്വന്തമായിട്ട് ഒരു കാർ ഇല്ലാത്തോണ്ട് ഭാഗ്യായി. നാട്ടിലെത്തിയാൽ ആദ്യം ഞങ്ങളുടെ വീട് കാണാൻ പോകാനായിരുന്നു പ്ലാനെങ്കിലും എയർ ഇന്ത്യ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ആദ്യം പള്ളിയിലേക്ക് പോകാൻ ഞങ്ങളുടെ നൈസായിട്ട് പ്ലാൻ മാറ്റിയായിരുന്നു. അങ്ങനെ ആദ്യം പള്ളിയിലേക്കും പിന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്കും. പണികൾ ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ പണി പൂർത്തിയായി പെയിന്റിൽ മുങ്ങിക്കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന ഞങ്ങളുടെ വീടാണ് കേട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം.